കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ 1,52,000-ത്തിലധികം പട്ടയങ്ങളാണ് സംസ്ഥാനത്തുടനീളം കേരള സർക്കാർ ജനങ്ങൾക്ക് നൽകിയത്. യാതൊരു രേഖകളും അവകാശങ്ങളുമില്ലാതെ പതിറ്റാണ്ടുകളായി കുടിയേറി പാർത്തിരുന്ന ഭൂമിയിൽ ആത്മാഭിമാനത്തോടുകൂടി അന്തിയുറങ്ങാൻ അവകാശം നൽകിയ LDFന് തന്നെയാണ് തങ്ങളുടെ വോട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് പട്ടയം ലഭിച്ച ജനത. പട്ടയം എന്ന ഒരായുസ്സിൻ്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയ സന്തോഷത്തിലാണ് ഇടുക്കി ജില്ലയിലെ 10,000-കണക്കിന് കുടുംബങ്ങളിലെ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. ഞങ്ങൾക്ക് ഈ പട്ടയത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്ത് മണിയാശാൻ ഓടിപ്പാഞ്ഞ് നടന്ന് ഞങ്ങൾക്ക് 5 പേർക്ക് ആദ്യം കിട്ടി. അത് കട്ടപ്പന വെച്ചായിരുന്നു അതിൻ്റെ വിതരണം. അപ്പോൾ ഞങ്ങൾ പോയി 5 പേർക്ക് കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് ഓരോരുത്തർക്കും കിട്ടാൻ തുടങ്ങിയത്. പട്ടയത്തിനായി പതിറ്റാണ്ടുകൾ നീണ്ട സമര പോരാട്ടങ്ങളിൽ കൂടെ നിന്ന ഇടതുപക്ഷ നേതാക്കൾ അധികാരത്തിൽ വന്നപ്പോൾ വാക്കുപാലിച്ച് നൽകിയ പട്ടയം അഭിമാനത്തോടു കൂടിയാണ് മലയോരങ്ങളിലെ ഈ മനുഷ്യർ നെഞ്ചോട് ചേർക്കുന്നത്. 50 വർഷത്തോളം അയാൾ വന്ന് ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് മണിയാശാൻ വന്നേ പിന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പട്ടയം നൽകിയത്. എല്ലാവരും വന്ന് തരാമെന്ന് പറഞ്ഞാൽ ആരും തന്നില്ല. അവർ തന്നാണ് നമുക്കിത് ഇങ്ങനെ വന്നു. ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ട് 2 വർഷമായി. ഞങ്ങൾക്ക് എന്തായാലും പട്ടയത്തിന് ഇത് അപേക്ഷ വെച്ചു, വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് ആദ്യമേ തന്നെ പട്ടയം കിട്ടുകയും ചെയ്തു, പൊക്കോർ ചെയ്ത് കിട്ടുകയും ചെയ്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 40,000 പട്ടയങ്ങളാണ് ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്തത്. രണ്ടാം സർക്കാരിൻ്റെ ഈ 2.5 വർഷത്തിനുള്ളിൽ 7,458 പട്ടയങ്ങൾ ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്തു കഴിഞ്ഞു. തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ LDFനല്ലാതെ പിന്നെ മറ്റാർക്കാണ് വോട്ട് ചെയ്യുക എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. LDF സർക്കാരാണ് ഞങ്ങൾക്ക് പട്ടയം തന്നത്. ഒരിക്കലും LDFനെ മറക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ മലയോര മേഖലയിൽ കുടിയേറിയ മനുഷ്യരുടെ ജീവിത സ്വപ്നമായിരുന്നു പട്ടയം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ LDF സർക്കാരിനെയും LDFനെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.